ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 6,99 കൊടുക്കാം. 6,99,000 നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് 20,45,000 രൂപയ്ക്ക് നമുക്ക് പേപ്പർ 20,45 കേരള നമ്പർ ആക്കി കൊടുക്കാം. അടിപൊളി. അതൊക്കെ നമ്പർ ആക്കിയിട്ടാണ് 20,45 പറയുന്നത്. അവരെ പേരിൽ തന്നെ നമുക്ക് NOC എടുത്ത് കൊടുത്താണ്ട് പേപ്പർ ആക്കി കൊടുക്കാം. സെക്കൻഡ് ഓണർക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ. എന്താ വില? സിംഗിൾ ഓണർ ഇത് നമുക്ക് 18,90,000 രൂപ പേപ്പർ ആക്കിയിട്ട് 18,90,000 21 വണ്ടിയാണ് ആലോചിക്കണം കേട്ടോ. വി കിട്ടോ 7,75 18 വണ്ടിയോ? 18 വണ്ടി. ഇവിടെ പേപ്പർ ആക്കിട്ടോ നമ്പർ ആക്കിയിട്ട് ഇവിടെ ഇത് നമ്പർ NOC എടുത്ത് കേട്ടോ. KL84 നമ്പർ ആയിട്ട് ഇത് നമുക്ക് 2,60,000 കൊടുക്കാം. 2,60,000 ബാക്കിൽ പുതിയ മോഡൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 14 വണ്ടി. 14 വണ്ടി. ഫുള്ള് ഈ ഏത് റേറ്റുകൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് എവിടെ ഈ റേറ്റ് കിട്ടൂല വണ്ടി. 4,90,000 രൂപയ്ക്ക് 2018 4,90,000 18 വണ്ടി. നല്ല 20ന്റെ മേലെ മൈലേജ് ഉണ്ടാവും. 99 2012 വണ്ടി. 2012 ഓട്ടോമാറ്റിക്. അതും ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഒറ്റ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത് ഏകദേശം ഒരു 4 മാസം മുമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഇത്ര നാൾ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവർക്ക് വന്ന എൻക്വയറിക്ക് വന്ന ആൾക്കാർക്ക് വണ്ടി കൊടുത്തു തീർക്കാൻ ഇവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഒരുപാടധികം വണ്ടികൾ കാണിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. അതായത് ക്രിസ്റ്റയാണെങ്കിലും മറ്റ് ടൊയോട്ട വണ്ടികൾ ഏതാണെങ്കിലും അന്ന് നമ്മൾ കാണിച്ച വില എന്ന് പറയുന്നത് അങ്ങനെ അറ്റം വില കുറഞ്ഞ വണ്ടികളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അൽഫ യൂസ്ഡ് കാർസിലാണ്. മലപ്പുറം ജില്ലയിൽ പുത്തൂർ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ ആ ഒരു പിന്നെ എയർപോർട്ട് തൊട്ടടുത്താണ് കേട്ടോ. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ എന്തായാലും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ലൊക്കേഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ഒരു ഷോറൂം ഇങ്ങനെയുള്ളത്. ഇവിടെ ഇത്രയും അധികം കിടിലൻ വണ്ടികൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നൊന്നും അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഈ വിലയ്ക്കൊക്കെ എങ്ങനെയാണ് അവർ വിൽക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും വില കുറച്ചിട്ടാണ് ഇത്രയും നല്ല കിടിലൻ വണ്ടികൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കൂടുതലൊന്നും പറയണ്ട, ഏറ്റവും കിടിലൻ വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതായത് നമ്മുടെ അൽഫ യൂസ്ഡ് കാർസിൽ ഈ കാണുന്ന വണ്ടികളൊക്കെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹബീബ് ബ്രോ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ അല്ലേ? എനിക്ക് ഒന്നും അതിന്റെ ഒരു എൻക്വയറി ഇപ്പോഴും തീർന്നിട്ടില്ല. അതാണ് സ്പോട്ട് വിറ്റ് പോയ വണ്ടികൾ എല്ലാം കൊടുത്തു അല്ലേ? കാരണം അത് പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വില കുറച്ചിട്ടല്ലേ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നും നമ്മൾ ഞെട്ടിക്കും ഉറപ്പാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു ഭാഗത്ത് കുറെ ഇന്നോവകൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ക്രിസ്റ്റകൾ കിടക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും മോഡൽ കൂടിയ ക്രിസ്റ്റൽ തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ. കാരണം അത് നിങ്ങൾക്ക് തരുന്ന വില നിങ്ങൾ നോക്കിയോ. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2021 ഡിസംബർ 22 രജിസ്ട്രേഷൻ. 21 ഡിസംബറിൽ വന്ന വണ്ടി 25 ഡെലിവറി ചെയ്തത് കമ്പനിയിൽ 2022 തന്നെയാണ്. അതെ അല്ലേ? അടിപൊളി. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി. ഇത് ഒന്നും പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. കൊണ്ടുവന്ന അതേ സ്റ്റോക്ക് കണ്ടീഷൻ. ആലോചിക്കണം, Z ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. Z മാനുവൽ അല്ലേ? ഏറ്റവും ടോപ്പ് മോഡൽ മാനുവൽ ആണ്. ഓക്കെ. അതായത് 22 രജിസ്ട്രേഷനിലുള്ള മാനുവൽ Z ആണ്. ഈ മാനുവൽ Z അങ്ങനെ കാണൽ കുറവല്ലേ? അതെ, വളരെ കുറവാണ്. അതെ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ ആണോ? ജെനുവിൻ. ഹിസ്റ്ററി ഉണ്ടോ? ഫുൾ ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട് വണ്ടിയിൽ. ചെയ്തിട്ടില്ല, കൊണ്ടുവന്ന അതേ കണ്ടീഷനിലാണ്. മാത്രമല്ല റോഡ് സൈഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. ഇതിപ്പോ നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് ഹൈലൈറ്റ് അല്ലേ? ഇത് നമുക്ക് പേപ്പർ ആക്കിയാണ്ട് 20,40,000 രൂപയ്ക്ക് നമുക്ക് പേപ്പർ 20,45 കേരള നമ്പർ ആക്കി കൊടുക്കാം. അടിപൊളി. അതൊക്കെ നമ്പർ ആക്കിയിട്ടാണ് 20,45 പറയുന്നത്. അവരെ പേരിൽ തന്നെ നമുക്ക് NOC എടുത്ത് കൊടുത്താണ്ട് പേപ്പർ ആക്കി കൊടുക്കാം. സെക്കൻഡ് ഓണർക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അടിപൊളി. അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. പുത്തൻ വണ്ടി ചെറിയ വിലക്ക്. ഇനി അടുത്ത ഇതാണെങ്കിലോ? ഇത് 21 വണ്ടി വി ആണ്. 21 വി മാനുവൽ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,16,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. കറക്റ്റ് സർവീസ് ഉണ്ട്. ഫുൾ കമ്പനി. 21 മോഡൽ എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? 21 മോഡൽ വി. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ വണ്ടിക്കൊന്നും റീപ്ലേസ് ഇല്ല. ഒരു റീപ്ലേസ് ഇല്ല. ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഫോട്ടോസ് ഒക്കെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് അവർക്ക് വിട്ടുകൊടുക്കാം. ഡീറ്റെയിൽ പറഞ്ഞു തീർക്കാം. ശരി. ഇതാണെങ്കിലോ 21 വി എന്ന് പറഞ്ഞു. ഇത് കിലോമീറ്റർ 1,16,000. എന്താ വില? സിംഗിൾ ഓണർ. ഇത് നമുക്ക് 18,90,000 രൂപ പേപ്പർ ആക്കിയിട്ട് 18,90,000 21 വണ്ടിയാണ് ആലോചിക്കണം കേട്ടോ. വി കേട്ടോ. അതും വി ആണ്, മാനുവൽ ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നിങ്ങൾ മിസ് ചെയ്യരുത്. അടുത്ത ഇതാണെങ്കിലോ? ഇതും സെയിം 20. അതാ ഫസ്റ്റ് പറഞ്ഞ വണ്ടിന്റെ ആ സെയിം വണ്ടി. ഇത് കട്ട് ചെയ്തിട്ടതാണ് പോളിഷ് ചെയ്യാനും വണ്ടി. ശരി. പിന്നെ നമ്മൾ വന്നുകൊണ്ട് പിന്നെ അതിൽ കയറ്റിയെന്ന് വണ്ടി നല്ല തിളങ്ങിക്കിട്ട് കൊണ്ട് നിങ്ങളുടെ കൈ തരും. ഇത് 21 മോഡൽ. ഇത് 21 ഡിസംബർ 22 രജിസ്ട്രേഷൻ. ഡെലിവറി 22 തന്നെയാണ് കമ്പനി. ശരി. ഇതും സെയിം റേറ്റ് തന്നെയാണ്. ഇത് നമുക്ക് 75,000 കിലോമീറ്റർ ഓടിയാണ്. ഇത് നമ്മൾ സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് നമുക്ക് 20,25,000 രൂപ കൊടുക്കും. 20,25 നിങ്ങൾക്ക് 21 മോഡൽ 22 രജിസ്ട്രേഷൻ Z മാനുവൽ അല്ലേ? Z മാനുവൽ. അടിപൊളി. അത് നല്ല കിടിലം വണ്ടി കേട്ടോ. അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതൊക്കെ ഇനിയിപ്പോ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഇപ്പോഴേ കിട്ടുള്ളൂ അല്ലേ? ഇന്നലെ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് വീഡിയോ ആണ് ബ്രാൻഡ്. അതെ അല്ലേ? ഇതോടെ തീരുമാനമായി. മാക്സിമം 1-2 ദിവസം അത്രേ ഉള്ളൂ. അടുത്തത് ഇതാണെങ്കിലോ?
ഇത് 18 അൾട്ടീസ്. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടാണ് വണ്ടി. നമുക്ക് കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. അത് മാത്രമല്ല 18 അൾട്ടീസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ മൈലേജും നല്ല മൈലേജ് 20+ മൈലേജ് ഉണ്ടാവും. ഉറപ്പായിട്ട് കിട്ടും. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. 1.35 ഓട്ടുണ്ട്. 1.35 ടയറിനെ സംബന്ധിച്ച് അതൊരു ഓട്ടയല്ല. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. മാനുവലാണ്. മാനുവലി പേപ്പർ ആക്കിയിട്ട് 7,75,000 കൊടുക്കാം. 7,75 18 വണ്ടിയോ? 18 വണ്ടി ഇവിടെ പേപ്പർ ആക്കിട്ടോ, നമ്പർ ആക്കിയിട്ട് ഇവിടെ ഇത് നമ്പർ NOC എടുത്ത് കേട്ടോ. KL84 നമ്പർ ആയി NOC അല്ല, ഫുൾ ഓപ്ഷൻ അല്ല. ഇത് ജെ അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത ഫുള്ളിന് താഴെ വരും. 7,75 നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി ആണ്. എവിടെയും കിട്ടും. റീപ്ലേസും കാര്യം ഇല്ലാത്ത വണ്ടി എവിടെയും കിട്ടൂല. അടിപൊളി. 18 വണ്ടി അല്ലേ? 18 വണ്ടി. അതും പേപ്പർ ആക്കിയിട്ടാണ് 7,75 തരുന്നത്. സെയിം സാധനം ഉണ്ടല്ലോ. അതെ, സെയിം സാധനം തന്നെ. ഇതും 18 തന്നെയാണ് വണ്ടി. ഇത് നമുക്ക് 7,60,000 രൂപ കൊടുക്കും. ഇത് 18 തന്നെയാണ്. 18 കിലോമീറ്ററോ? കിലോമീറ്റർ 1.63 കിലോമീറ്റർ ഓടി. ആണോ? അതും 18 മോഡൽ തന്നെ അല്ലേ? അതായത് 760 സിംഗിൾ ഓണർ. നിലവിൽ NOC റീപ്ലേസ് ഇല്ല. നിലവിൽ NOC എടുത്തിട്ടുണ്ട്. എന്താ ആലോചിക്കണം നിങ്ങൾ. 2 വണ്ടി 18 മോഡൽ, 2 കിടക്കുന്നുണ്ട്. 2 നിങ്ങൾക്ക് തരുന്ന വില എന്ന് പറയുന്നത് ഒന്നിന് 7,75 അലവിലുള്ള ഈ വണ്ടിക്ക്. ഇത് അലവിൽ ഇല്ല. ഇത് നമുക്ക് 7,60,000 7,60 അല്ലേ? മോശമൊന്നുമില്ല. നല്ല അടിപൊളി വണ്ടികൾ. പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടോ. അതായത് കേരളത്തിലേക്ക് നമ്പർ ആക്കിയ വിലയല്ല പറയുന്നത്. അടുത്ത ഇതാണെങ്കിലോ? ഇത് അൾട്ടീസ് തന്നെ 2012 ഒറിജിനൽ കേരള വണ്ടിയാണ്. പഴയ മോഡൽ അല്ലേ? ഇത് ഓണർഷിപ്പ് 5 ആണ്. വണ്ടി നല്ല ഏറ്റവും ടോപ്പ് മോഡലാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.75 അതിൽ കാണിക്കുന്നത്. ഡീസൽ ഇല്ല. അപകടം മെക്കാനിക്കൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,60,000 കൊടുക്കാം. 2,60,000. ബാക്കിൽ പുതിയ മോഡൽ വരുന്ന വണ്ടിയാണ്. അതായത് 12 മോഡൽ. അടിപൊളി. ഏറ്റവും ടോപ്പ് മോഡൽ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എടുത്തു വെച്ചോ, ആർക്കെങ്കിലും ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ വെൻഡോ? ഇത് വെൻഡോ 2016-17 രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള. 16-17 ടോപ്പ് 390. 390 ഏറ്റവും ടോപ്പ് മോഡൽ. 16-17 പക്ഷേ 390 കൊടുക്കാം. 390 കൊടുക്കാം. കൊള്ളാട്ടോ, അടിപൊളി വണ്ടിയാണ്. അത് പിന്നെ ഡീസൽ അല്ലേ? ഡീസൽ മാനുവൽ കൊള്ളാട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി. 2014 ലാസ്റ്റ് നവംബർ വണ്ടിയാണ്. 14 ലാസ്റ്റ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. ഇത് നമുക്ക് 2,55,000 രൂപ കൊടുക്കാം. 14 വണ്ടി. ഏത് റേറ്റുകൾ എടുത്തു നോക്കി നിങ്ങൾക്ക് എവിടെ ഈ റേറ്റ് കിട്ടൂല. വണ്ടി 14 വണ്ടിക്ക് 2,55 എന്ന് പറയുമ്പോൾ ആ ഡസ്റ്ററിനെ നിങ്ങൾ അപമാനിച്ചങ്ങ് അറ്റം അപമാനിച്ചിട്ടോ. അലവിലും കാര്യങ്ങൾ. ഇത് 85 ആണോ? 85. അത് 85. എന്താ ചെയ്യുക? ഇത് നോക്കിക്കോട്ടോ, നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു അൾട്ടീസും കൂടി ഉണ്ടല്ലോ. ഇത് 2015 നമ്പർ ആയതാണ്. ഇത് നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് 15 വണ്ടി ബ്ലാക്ക്. ഡീസലാണ്. പേപ്പർ ആയ വണ്ടി. ഈ ജാസ് 2018 ഡീസൽ സിംഗിൾ ഓണർ. നിലവിൽ പേപ്പർ ആക്കിയിട്ടില്ല. ആരുടെ പേര് വെച്ചാൽ പേപ്പർ എടുത്തു കൊടുക്കാം. 4,90,000 രൂപയ്ക്ക് 2018. 490 18 വണ്ടി. അല്ല, 20ന്റെ മേലെ മൈലേജ് ഉണ്ടാവും. എന്താ കഥ? 24-25 മൈലേജ് ഉണ്ടാവും. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ അടുത്ത് പറ. ഇത് ഫോർച്യൂണർ 2011 ഡിസംബർ വണ്ടി. 11 ഡിസംബർ വണ്ടി. കിഡിലൻ സാധനം. റീപ്ലേസ് കാര്യങ്ങൾ. ടയറൊക്കെ പുതിയതാണ്. ഏകദേശം 90% ടയർ, 95% ടയർ തന്നെ ഉണ്ട്. പുത്തൻ ടയർ തന്നെയാണ്. 4 ടയർ. പഴയ ഷേപ്പാണ്. അതെ, ഒന്നും ചെയ്തിട്ടില്ല. സെയിം കമ്പനി. 11 മോഡൽ അല്ലേ? 11 മോഡൽ. ഇതിപ്പോ നമുക്ക് കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ ഇതിൽ കാണിക്കണം 1.55 ആണ്. നെക്സ്റ്റ് എടുത്തിട്ടില്ല. വേറെ അപാകതകളൊന്നും ഇല്ല വണ്ടി. എന്താ വില? ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 6,99 കൊടുക്കാം. 6,99 നമ്പർ ആക്കിയിട്ട്, കേരള നമ്പർ ആക്കിയിട്ട്. നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് മാറ്റി കൊടുക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങി ആരെങ്കിലും ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഈ ആഴ്ചയിൽ ക്ലിയർ ആക്കി പോകണം. ആലോചിച്ചോ നിങ്ങൾ. 6,99 7 ലക്ഷം രൂപയ്ക്കുള്ളിൽ പേപ്പർ ആക്കിയിട്ട് 11 മോഡൽ വണ്ടി. 11 ഡിസംബർ ഫൈനൽ. ഓൾമോസ്റ്റ് 12 വണ്ടി. ബ്ലാക്ക് ഉണ്ടല്ലോ. ഇത് ബ്ലാക്ക് 2012 വണ്ടി ഓട്ടോമാറ്റിക്. 12 ഓട്ടോമാറ്റിക് ആണ്. അതിന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ബ്ലാക്കിന് ഒരുപാട് എൻക്വയറി ഉള്ള 2 വീൽ ഓട്ടോമാറ്റിക് ആട്ടോ. നല്ല വൃത്തിയുണ്ട് വണ്ടി. നല്ല വൃത്തിയുണ്ട്. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും. കിലോമീറ്റർ 1,30,000. ജെനുവിനാ? ജെനുവിനാ. ശരിക്കും? ശരിക്കും. 12 വണ്ടിക്കൊക്കെ അത്രയും കുറഞ്ഞ കിലോമീറ്റർ കിട്ടും. ഇടക്ക് അങ്ങനെ വരും. നമ്മൾ ചെക്ക് ചെയ്താൽ മതി. വേറെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിൽ അപാകതകളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് 8,99,000. 8,99 2012 വണ്ടി. 2012 ഓട്ടോമാറ്റിക്. അതും ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഒന്നും പറയുന്നില്ല. ഇതോ? ഇത് 2012 വണ്ടി. ഇന്നോവ G4 ആണ്. സിംഗിൾ ഓണർ ആണ്. നമ്പർ ആക്കിയിട്ടില്ല. നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 12 ആകുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് മൊത്തം മാറിയതാട്ടോ. അത് ഫ്രണ്ട് ഫുള്ള് മാറിയതാ. നമുക്ക് നമ്പർ ആക്കിയിട്ട് 4,95 കൊടുക്കാം. 4,95. 2012 വണ്ടി. പേപ്പർ ആക്കി തരും കേട്ടോ. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 വണ്ടി. 11 ആണ്. 11 വണ്ടി. വി അല്ലേ? വി
11 ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 3,99 കൊടുക്കാം. 3,99,000 രൂപയ്ക്ക് 11 12 V ആണ് കേട്ടോ. 11 V. 11 ഡിസംബർ വണ്ടിയാണ്. 11 ഡിസംബർ അല്ലേ? ലാസ്റ്റ് അടിപൊളി. അത് മോശമൊന്നുമില്ല. അതൊക്കെ കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തോളാം. കിലോമീറ്റർ ഒക്കെ ചെക്ക്. ഇതോ ഇത് 2012 ഡിസംബർ വണ്ടി. 12 ഡിസംബർ അല്ലേ? ഇത് നമുക്ക് 4,95 കൊടുക്കാം. 4,95 പേപ്പർ ആക്കിയതാണോ? പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം. പേപ്പർ ആക്കിയിട്ടില്ല, പേപ്പർ ആക്കിയിട്ട് കൊടുക്കും. ശരി. സിംഗിൾ ഓണർ ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർ മാറ്റി എടുക്കാൻ പറ്റുമോ? എങ്ങോട്ട് ഇന്ത്യയിൽ എവിടെ എടുത്തു കൊടുക്കാം. അടിപൊളി. അത് അടുത്ത ഇതാണെങ്കിലോ? ഇത് 2015 വണ്ടി. 15 ആണ്. ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 7,30,000 കൊടുക്കാം. 15 വണ്ടി 7,30,000 പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം. അടിപൊളി. ഒക്കെ നിലവിലൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,85 ഓടിയുന്നത്. ഈ 15 വണ്ടികൾ 7,30 കൊടുക്കും. 7,30 പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം. അതൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. ആർക്കെങ്കിലും വേണം എടുത്ത് കച്ചവടക്കാരൻ എടുത്തുകൊണ്ട് പോലും മൊത്തം 2013 ലാസ്റ്റ് നവംബർ. 13 നവംബർ. ഇത് വി ആണോ? അല്ല, G4 ആണ്. G4 ആണ്. സിംഗിൾ ഓണർ ആണ്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. LCD കാര്യങ്ങൾ, സീറ്റ് കവർ ഒക്കെ പുതിയതാണ്. ഇത് നമുക്ക് 6,35,000 കൊടുക്കാം. 6,35. അടിപൊളി. 13 നവംബർ G4. ഇതാണെങ്കിലോ? ഇത് 2014 നവംബർ വണ്ടി. ഇത് ഗിയറിന് ഗ്രില്ല് കാര്യങ്ങൾ, ബാക്കിൽ ടൈം ലാമ്പ് ഒക്കെ ചെയ്തിന്. സീറ്റൊക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിന്. 7,20,000. 7,20,000 പേപ്പർ ആക്കിയിട്ട് 14 ലാസ്റ്റ് ഉണ്ട്. 14 ലാസ്റ്റ് അല്ലേ? അടിപൊളി. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം കാണിച്ച ഈ വണ്ടികളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇന്നിപ്പോ നിലവിൽ വിൽക്കുന്ന ഒരു ഷോറൂമുകളിൽ ഈ വിലക്ക് കിട്ടൂല അല്ലേ? അടുത്തൊരു വീഡിയോ നമ്മളൊരു തരംഗം സൃഷ്ടിക്കാൻ ഒരാഴ്ചന്റെ ഉള്ളിൽ ബ്രോന്റെ വീഡിയോയിൽ ഉണ്ടാവും. ക്രിസ്റ്റകൾ മാത്രം. അതൊരു 1.5 വീഡിയോ കേരളത്തെ റേറ്റിൽ കിട്ടുമെങ്കിൽ 100%. അതെ, എവിടെയും കിട്ടൂല. ഓക്കെ, അത് കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ വണ്ടികൾ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഉള്ളിൽ 3-4 വണ്ടി കൂടി കിടക്കുന്നുണ്ട്. ഈ അൾട്ടീസ് ഒക്കെ 18 വണ്ടികൾ നിങ്ങൾക്ക് വേണം എടുത്തോട്ടോ. ഇതൊക്കെ ഈ ബ്രോന്റെ വീഡിയോ ഇറങ്ങിയ സ്പോട്ട് പോകും, ഉറപ്പല്ലേ? കാരണം ഒരുപാട് ആൾക്കാർ നോക്കുന്ന വണ്ടികളാണ്. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു 5 സീരീസ് അല്ലേ? 5 സീരീസ്. ഇത് മോഡൽ ഏതാ? ഇത് 2013-14 രജിസ്ട്രേഷൻ. 13-14 വണ്ടി. നല്ല വൃത്തിയുണ്ടല്ലോ. വൃത്തിയുണ്ട്. ഇത് നമുക്ക് കിലോമീറ്റർ എത്ര അറിയോ? കിലോമീറ്റർ 1,45. റീ രജിസ്റ്റർ. ഇത് ചെയ്തിട്ടില്ല, പേപ്പർ ആക്കിയിട്ടില്ല. പേപ്പർ ആക്കി കൊടുക്കാം. ആക്കിയിട്ട് എത്ര രൂപ കൊടുക്കും? ഇത് ആക്കിയിട്ട് നമുക്ക് ഓഫറിൽ കൊടുക്കാം. ഒരു 8,80 കൊടുക്കാം. 8,80 5 സീരീസ് പേപ്പർ ആക്കിയിട്ട് 2013-14 രജിസ്ട്രേഷൻ. അടിപൊളി. ഇതൊക്കെ നിങ്ങൾ വേണേ നോക്കിക്കോ. 10-11 റുപ്യ കുറച്ച് ആരും ഇപ്പൊ കൊടുക്കണില്ല. എവിടെയില്ല. 8,80 കൊടുക്കാം. 8,80 നിങ്ങൾക്ക് 5 സീരീസ് 14-15 വണ്ടി പേപ്പർ ആക്കി തരും. ഇതിലൊന്നും ഡിസ്കൗണ്ട് ചോദിച്ചു വരരുത്, ചെയ്യാൻ കഴിയൂല. അടുത്തത് ഹൈബ്രിഡ്. ഇത് ഹൈബ്രിഡ് 2014 വണ്ടി. ക്യാമറ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ. 14 മോഡൽ ക്യാമറയാണ്. നല്ല നീറ്റ്, ഫുൾ ഒറിജിനൽ പെയിന്റ്. 95% ഒറിജിനൽ പെയിന്റ് ആണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല വൃത്തി. ഇതിന്റെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ആ വീഡിയോ ചെയ്യാം. ഹൈബ്രിഡ് 2018 നമ്മളെ കയ്യിൽ വരാണ്ട്, എവിടെയും കിട്ടാത്ത റേറ്റിന്. ശരി, ഇത് 15 പറഞ്ഞേ? ഇത് 14 ആണെങ്കിൽ പോലും ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉള്ള സെയിം സാധനം. നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് നമുക്ക് 8,95 കൊടുക്കാം. നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. പെട്രോൾ ഹൈബ്രിഡ് ആണ്. 8,95 പേപ്പർ ആക്കിയിട്ട് ഒരു 3-3.5 ലക്ഷം രൂപ പേപ്പർ ആക്കാൻ വേണം അല്ലേ? അത് ആ പൈസയും കുറച്ച് അടിപൊളി. ഇതൊക്കെ നിങ്ങൾക്ക് വേണേ നോക്കിക്കോളൂ. പെട്രോൾ ഹൈബ്രിഡിൽ ക്യാമറ എന്ന് പറയുന്നത് അങ്ങേ അറ്റം പ്രീമിയം വണ്ടി തന്നെയാണ് അല്ലേ? അടുത്തത് സോൾഡായി. അപ്പൊ ഇതോ? രണ്ട് പിന്നെ ഹോണ്ട സിറ്റി. 2 സിറ്റി ഉണ്ട് അല്ലേ? അതെ, 2019 ആണ്. 2019 മോഡലാ. ആണ്. സൺറൂഫ് ഇല്ലാത്ത മോഡൽ. നേരെ താഴെ. അതെ, വിഎക്സിന്റെ നേരെ താഴെ. വിഎക്സിന്റെ നേരെ താഴെ. അലോയ് വീല് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം ഉണ്ടാവും. ശരി, രണ്ടും ബട്ടൺ സ്റ്റാർട്ട് അല്ല വരണേ. വി ആണല്ലോ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ 2,19 പറഞ്ഞു. കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 1,35, 1,23 ആ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടും. എന്താ വില? ഇത് 2 NOC ആയതാണ്. KL84 NOC എടുത്തത്. എന്താ വില? ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 6,40,000 കൊടുക്കാം. എവിടെയും കിട്ടൂല. 19 വണ്ടിയാ? 2019 വണ്ടി. പേപ്പർ ആക്കിയിട്ട് അതും ഡീസൽ. അടിപൊളി. മൈലേജ് ഒരു 20ന്റെ മേലെ മൈലേജ് ഉണ്ടാവും. 20+ ഉണ്ടാവും. 2019 വണ്ടിയാണ് 6,40 വരുന്നത് അല്ലേ? 6,40. ഒരാ ഭാഗത്തില്ലല്ലോ. ഈ പറഞ്ഞ ഒരു വണ്ടിക്ക് ഒരു മേജർ ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തായാലും അറിയാണല്ലോ. ചെക്ക് ചെയ്യാലോ, അവർക്ക് ചെക്ക് ചെയ്യാം. ഇത് മുതലാട്ടോ. എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. സിറ്റി മിസ് ചെയ്താൽ ഇനി കിട്ടൂല ഈ വിലയ്ക്ക്. 6,40 നിങ്ങൾക്ക് 19 വണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അൽഫ യൂസ് കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമോ? നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡ്, പുത്തൂർപ്പള്ളിക്കൽ. അത് നമുക്ക് എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈപ്പാസിന് 2.5 കിലോമീറ്റർ. അത്രേ ഉള്ളൂ അല്ലേ? ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ള കാര്യം, ഈ വിലയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോ. ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പാണ്. കിട്ടില്ല ഒരു എപ്പിസോഡ് അടുത്ത് ഇവിടുന്ന് വരുന്നത്. അത് നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ആ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.